ഹായ് ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? എടാ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ഗ്രാഫിന്റെ പിന്നാലെ പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ രണ്ട് മൂന്ന് പാട്ടായി ഇപ്പൊ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിലും മിസ് ഇതേ കാണിക്കുകയാണ്, നോക്കിക്കോളൂ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നുടാ? ചാപ്റ്റർ 12 ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് അഥവാ പട്ടികകളും ചിത്രങ്ങളും അല്ലെ. അപ്പൊ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല, മിസ് ആദ്യമേ കുറെ കാര്യങ്ങളൊക്കെ ഗ്രാഫിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള ബാക്കി പോർഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം അല്ലെ. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? അപ്പൊ എല്ലാവരും പഠിക്കാനായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാവരും പേനയും പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. നമ്മൾ ഇതേ ചാപ്റ്ററിന്റെ ബാക്കി പോർഷൻസ് നോക്കുവാണ്. അപ്പൊ മക്കളെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് കേട്ടോ. എക്സസൈസ് പ്രോബ്ലത്തിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പേജ് നമ്പർ 141 ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിച്ചു നോക്കിയിടാ. എല്ലാവരും മിസ്സിന്റെ കൂടെ തന്നെ നല്ല ഭംഗിയായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. ദ ഗ്രാഫ് ബിലോ ഷോസ് the units of electricity consumed during various months of a year. എന്താണ്? ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയടാ, ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. ഈ ഗ്രാഫിൽ എന്തിനെ പറ്റിയാ പറയുന്നത്? ഒരു വർഷത്തില് ഓരോ മാസവും എത്രയാണ് വൈദ്യുതി യൂസ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. നോക്കിക്കോളൂ, ഇവിടെ ജാനുവരി ഫെബ്രുവരിയിലെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജാനുവരി ഫെബ്രുവരിയിൽ എത്രയാണ് നോക്കിയേ നമ്മൾ വൈദ്യുതി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്? നോക്കിയടാ, 310 യൂണിറ്റ്സ് ആണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ മാർച്ച് ഏപ്രിലിലെ കാര്യം കാണാം അല്ലെ. എന്താണ് മാർച്ച് ഏപ്രിലിൽ എത്ര യൂണിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? നോക്കിയടാ, ഇതിന്റെ മുകളിൽ എവിടെയാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരെ വരച്ചു നോക്കുക അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ മാർച്ച് ഏപ്രിൽ എത്രയാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്? 340 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നവംബർ ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ നല്ല അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ ഗ്രാഫിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In which month was the maximum electricity used? Okay, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏത് മാസങ്ങളിലാണ്? നോക്കിയടാ, നമുക്ക് ഗ്രാഫിലേക്ക് വരാം. ഗ്രാഫിൽ നോക്കി ഏത് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്? നമുക്ക് കാണാം അല്ലെ. ഗ്രാഫില് റെക്ടാങ്കിൾ നോക്കുക, അതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന റെക്ടാങ്കിൾ ഏതാണ് എന്നുള്ളത് നോക്കുക അല്ലെ. ഏതാണ് ആ റെക്ടാങ്കിൾ? നമുക്ക് കാണാം, മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ വന്നിരിക്കുന്ന ബാർ ഏറ്റവും വലുതായിട്ട് വന്നിരിക്കുന്നത്. അത് എത്രയാണ്? 340 യൂണിറ്റ്സ് ആണ് അതിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റ് വൈദ്യുതി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. അത് എത്രയാണ്? 340 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഏതൊക്കെയാണ് ആ മാസം? മാർച്ച് ഏപ്രിൽ ആണ്. എല്ലാവരും വേഗം ആൻസർ എഴുതിക്കോളൂ. നമുക്ക് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? മാർച്ച് ഏപ്രിൽ എന്ന് എഴുതാം. ഓക്കെ, മാർച്ച് ആൻഡ് ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. In which month was it the minimum? Okay, ഏറ്റവും കുറവ് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് മാസങ്ങളിലാണ്? നോക്കാലോ, ഏറ്റവും കുറവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും ചെറിയ അല്ലെ, ഏറ്റവും പൊക്കം കുറഞ്ഞിട്ടുള്ള നമ്മുടെ റെക്ടാങ്കിൾ ഏതാണ് എന്നുള്ളത് നോക്കാം. ഏതാണ് ആ റെക്ടാങ്കിൾ? ഇവിടെ രണ്ട് റെക്ടാങ്കിൾ സെയിം പൊക്കത്തിലുണ്ട് അല്ലെ, സെയിം ഹൈറ്റിൽ വരുന്ന രണ്ട് റെക്ടാങ്കിൾസ് ഉണ്ട്. നോക്കി, ഈ രണ്ട് റെക്ടാങ്കിൾസ് ആണ് ഏറ്റവും ചെറുത് ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കുറവ് വൈദ്യുതി ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്. അത് എത്ര യൂണിറ്റ്സ് ആണ്? 290 യൂണിറ്റ്സ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഏതൊക്കെ മാസങ്ങളിലാണ് ഏറ്റവും കുറവ് യൂസ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. വേഗം ആൻസർ എഴുതിക്കോളൂ. നമുക്ക് എന്ത് എഴുതാം? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഈ 4 മാസങ്ങളിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് മക്കളെ? ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the difference between
ദ മാക്സിമം ആൻഡ് മിനിമം, ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും തമ്മിൽ എത്ര യൂണിറ്റ് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ്, മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. അത് എത്ര യൂണിറ്റ് ആയിരുന്നു, 340 അല്ലെ, 340 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 340 യൂണിറ്റ് ആണ്. അതേ മിസ് എഴുതാണ്, ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 340 യൂണിറ്റ്സ് ആണ്. ഇനി ഏറ്റവും കുറവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏറ്റവും കുറവ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ്? ഇതാണ് ഏറ്റവും കുറവ് വന്നിരുന്നത് അല്ലെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് എത്ര യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞു? 290 യൂണിറ്റ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഏറ്റവും കുറവ് എത്രയാണ്? 290 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതലും നമുക്ക് കിട്ടി, ഏറ്റവും കുറവ് വന്നിരിക്കുന്ന യൂണിറ്റും എത്രയാണ് എന്ന് നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ഇവര് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡിഫറൻസ് അഥവാ വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് മക്കളെ ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, മൈനസ് ചെയ്യും. അത്രേ ഉള്ളൂ മിസ്സേ. 340 മൈനസ് 290 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. അത് എത്രയാടാ വരിക? 340 മൈനസ് 290 എന്ന് പറയുന്നത് 50 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 50 യൂണിറ്റ് ആണ് നമുക്ക് എന്ത് വരുന്നത് മക്കളെ? ഇവര് തമ്മിലുള്ള ചെറുതും വലുതും തമ്മിൽ, അല്ലെങ്കിൽ വലുതും ചെറുതും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആർ ദർ any months in which the same units of electricity was used? Okay, ഒരേ അളവ് വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇവിടെ നോക്കിയടാ, ഉണ്ടോ? ഏതൊക്കെ മാസങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മാസങ്ങളിൽ ഒരുപോലെ വൈദ്യുതി യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഒരേ യൂണിറ്റ് വൈദ്യുതി അല്ലെ, ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പറയാം ഇവർ രണ്ടുപേരെന്താ, സെയിം ആയിട്ട് വൈദ്യുതി യൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഏതൊക്കെ മാസങ്ങളിലാണ്, മാസങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരുപോലെ വൈദ്യുതി ഉപയോഗിച്ചിരിക്കുന്ന മാസങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഉണ്ട് അല്ലെ, യെസ് നമുക്ക് പറയാം. അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന മാസങ്ങൾ, മന്ത്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി അത് ഏതൊക്കെയാണ് മാസങ്ങൾ? ഇവിടെ നമുക്ക് അറിയാം, സെപ്റ്റംബർ, ഒക്ടോബറും നവംബർ, ഡിസംബറും ആണ്. അപ്പൊ എഴുതിക്കോളൂ ആൻസർ. നമുക്ക് എന്ത് എഴുതാം? ഒരേപോലെ വൈദ്യുതി ഉപയോഗിച്ച ആൾക്കാരുണ്ടോ, മാസങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. യെസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അത് ഏതൊക്കെ മാസങ്ങളാണ്? നമുക്കറിയാം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ. ഓക്കെ, ഇവര് 4 പേരാണ് ഒരുപോലെ വൈദ്യുതി യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് used in this whole year? Okay, ഈ വർഷം ആകെ എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു വർഷത്തെ കാര്യമാണ് നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഒരു വർഷം ടോട്ടൽ ഓരോ മാസങ്ങളിലും എത്ര വൈദ്യുതിയാണ് യൂസ് ചെയ്തത് എന്നുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു വർഷം ടോട്ടൽ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാടാ? അത് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ മാസങ്ങളിലും യൂസ് ചെയ്ത വൈദ്യുതിയെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക അല്ലെ. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ, എല്ലാ യൂണിറ്റ്സും കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ടോട്ടൽ ഒരു വർഷം എത്ര യൂണിറ്റ് വൈദ്യുതി യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാലോ. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ജാനുവരി, ഫെബ്രുവരിയിലെ എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? 310 ആണ്. അപ്പൊ മിസ്റ്റർ എഴുതാണ് 310. ഓക്കെ, 310 പ്ലസ്. ഇനി സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നോക്കിയടാ, ഏപ്രിൽ, മാർച്ച് ആണ് അടുത്ത് വരുന്നത് അല്ലെ. ഏപ്രിൽ, മാർച്ചില് എത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? 340 ആണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ 330 ആണ്. അപ്പൊ മിസ് എഴുതാണ് 340, അതുപോലെ തന്നെ 330. ഇനി അടുത്ത ഏതാ വരിക? ജൂലൈ, ഓഗസ്റ്റ് വരുന്നുണ്ട്. ജൂലൈ, ഓഗസ്റ്റിൽ എത്രയാണ് മക്കളെ? 300 ആണ് വരുന്നത്. അതുപോലെ ബാക്കിയുള്ള രണ്ടെണ്ണത്തിലും 290 വെച്ചാണ് വരുന്നത് കേട്ടോ. അപ്പൊ 300 പ്ലസ് 290 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ 2 പ്രാവശ്യം ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എല്ലാവരും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയടാ. എല്ലാവരും ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1860 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ ഒരു വർഷം എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്?
1860 യൂണിറ്റ് വൈദ്യുതി ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഈ ഒരു ഗ്രാഫിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ എഴുതുന്ന വാല്യൂസ് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ നോക്കി എഴുതുന്നതിനേക്കാളും ബെറ്റർ ഇല്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ മക്കളെ? ഒന്ന് സ്കെയിൽ എടുക്കുക. നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് ഒന്ന് ഇതിന്റെ നേരെ വെച്ച് നോക്കുക കേട്ടോ. വെച്ച് നോക്കുമ്പോൾ നേരെ ഇവിടെ തന്നെയാണോ വരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ വെറുതെ കണ്ട് എഴുതുമ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 340 എന്നുള്ളത് ചിലപ്പോൾ 330 എന്നൊക്കെ എഴുതി വെക്കും. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഇവിടെ വെച്ച് നോക്കുക. കറക്റ്റ് 340യുടെ മുകളിൽ തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സെറ്റ് ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. ദേ നോക്കിക്കോളൂ, ഒരു വലിയ 2-3 കളറൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് എന്ന്. അപ്പൊ ദേ നോക്കിക്കോട്ടോ, പേജ് നമ്പർ 142 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. The graph below shows the number of girls and boys in classes 1 to 7 in a school. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു സ്കൂളില് എന്താ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? ഒരു സ്കൂളില് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ. ഓക്കെ, ആ ക്ലാസ്സുകളില് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണമാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ നോക്കിയടാ, ഗേൾസ് എന്ന് പറയുന്നത് ഏത് കളർ വെച്ചാണ് കാണിച്ചിരിക്കുന്നത് നോക്കിയാ? ഒരു ബ്രൗൺ കളർ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ബോയ്സിനെ ഒരു പീച്ച് കളർ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരെണ്ണത്തിൽ തന്നെ, ഒരു ഗ്രാഫിൽ തന്നെ 2 കാര്യങ്ങൾ ഒരുപോലെ ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗ്രാഫുകൾ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഗേൾസിനെ കാണിച്ചിരിക്കുന്നത് ബ്രൗൺ കളറും ബോയ്സിനെ ഒരു പീച്ച് കളർ, ഒരു ലൈറ്റ് ഓറഞ്ച് കളർ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കോടാ, ഫസ്റ്റ് 1ാം ക്ലാസ്സിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട് മക്കളെ? നോക്കിയടാ, ഗേൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ബ്രൗൺ കളർ ആണ് അല്ലെ. അപ്പൊ ഗേൾസ് എത്ര പേരുണ്ട് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രൗൺ കളർ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ഒന്ന് നോക്കുക. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 65 ആണ്. അപ്പൊ നമുക്ക് പറയാം 1ാം ക്ലാസ്സിൽ 65 പെൺകുട്ടികളുണ്ട് എന്ന് പറയാം. അതുപോലെ 1ാം ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട്? ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന നമ്മുടെ ഒരു റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കും വരിക മക്കളെ? 45 ആണ് വരിക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടുത്തെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 45 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 65 ആണ്. ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ദേ നേരെ വരയ്ക്കുക, ഇത്ര കിട്ടും, 60 കിട്ടും. അപ്പൊ ഇതുപോലെ നമുക്ക് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കാര്യം നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. വിച്ച് ക്ലാസ് ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത്? ഓക്കെ, എന്താണ്? പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് ഏത് ക്ലാസ്സിലാണ്? അതുപോലെ തന്നെ എത്രയാണ് കൂടുതലായിട്ടുള്ളത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയൂടാ? ഇവിടെ നോക്കിയേ, ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത്? ഒന്ന് നോക്കിയടാ. പെൺകുട്ടികൾ ബ്രൗൺ കളറിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ബോയ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു പീച്ച് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ റെക്ടാങ്കിൾസിൽ പീച്ച് റെക്ടാങ്കിൾ മുകളിലേക്ക് കുറച്ച് പൊന്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നോക്കണം. എവിടെയാണ് വരുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഉണ്ടോ? ഇല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഗേൾസ് ആണ് കൂടുതൽ അല്ലെ. അടുത്ത സെക്കൻഡിൽ നോക്കുവാണെങ്കിൽ അവിടെ എന്താ? അവിടെയും ഗേൾസ് ആണ് കൂടുതൽ. പക്ഷെ തേർഡ് സ്റ്റാൻഡേർഡിൽ ഒന്ന് നോക്കിയടാ, അതേ വരുന്നു. ആരുണ്ട് ഇവിടെ കൂടുതൽ? നമ്മുടെ ബോയ്സ് ഇവിടെ കൂടുതലായിട്ട് നിൽപ്പുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഗേൾസിനേക്കാൾ കൂടുതൽ ബോയ്സ് വരുന്നത് എവിടെയാണ് മക്കളെ? നമ്മുടെ 3ാം ക്ലാസ്സിലാണ്. അപ്പൊ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി എത്രയാണ് കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കി, ഇവിടെ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 75 ആണ്.
ആൻഡ് ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 75ഉം 70. അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 75 മൈനസ് 70. അപ്പൊ എത്രയായിരിക്കും? 5 ആയിരിക്കും ഇവിടുത്തെ ഡിഫറൻസ് വരിക. അപ്പൊ ആൻസർ എഴുതുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത് എന്നായിരുന്നു. അപ്പൊ നമുക്ക് പറയാം തേർഡ് ക്ലാസ്സിലാണ് എന്ത് വന്നിരിക്കുന്നത്? പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ വന്നിരിക്കുന്നത്. ഇനി അവരുടെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ എഴുതണം കേട്ടോ. ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 75 മൈനസ് 70 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 5 എന്ന ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇൻ വിച്ച് ക്ലാസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ദ മോസ്റ്റ്? ഇൻ വിച്ച് ക്ലാസ് ഇസ് ദ ലീസ്റ്റ്? ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓരോ ക്ലാസ്സിലെയും ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഓരോ ക്ലാസ്സിലെയും ഡിഫറൻസ് കണ്ടുപിടിച്ച് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കാണ്. ഫസ്റ്റ് ക്ലാസ് മിസ് എടുക്കാണ് കേട്ടോ. അത് ഫസ്റ്റ് ക്ലാസ്, 1ാം ക്ലാസ്സിന്റെ കാര്യം. ഫസ്റ്റ് ക്ലാസ് എടുക്കാണ്. ഫസ്റ്റ് ക്ലാസ്സിന്റെ കേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം എത്ര ഗേൾസ് ആണ് ഉള്ളത്. ഗേൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം നോക്കി ഗേൾസ് എന്ന് പറയുന്നത് 65ഉം ബോയ്സ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 65 മൈനസ് 45 ഇസ് ഈക്വൽ ടു 20 എന്ന് നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് ക്ലാസ്സിന്റെ കാര്യം ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. സെക്കൻഡ് ക്ലാസ് എന്തായിരിക്കും വരിക? സെക്കൻഡ് ക്ലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയടാ, ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 65 ആണ് ആൻഡ് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ? 65 മൈനസ് 60 ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തേർഡ് ക്ലാസ്സിന്റെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. തേർഡ് ക്ലാസ്സിന്റെ കണ്ടുപിടിക്കുക, അതുപോലെ ഫോർത്തിന്റെ കണ്ടുപിടിക്കുക, അങ്ങനെ 7th ക്ലാസ് വരെയുള്ള കാര്യം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ മിസ് ഡയറക്റ്റ് ആയിട്ട് വേഗം എഴുതി പോവാണ്. നിങ്ങൾ ഗ്രാഫ് നോക്കിയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാം കേട്ടോ. തേർഡ് ക്ലാസ്സിന്റെ കൂടി നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് മിസ് കാണിച്ചു തരാം. നോക്കിക്കോളൂ. തേർഡ് ക്ലാസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 70 ആണ് ആൻഡ് ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 75 ആണ്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 75 മൈനസ് 70 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതുപോലെ നമ്മൾ ഫോർത്ത് ക്ലാസ്സിന്റെ എഴുതാണ്. ഫോർത്ത് ക്ലാസ്സിന് മിസ് വേഗം എഴുതി പോവാണ്. ഫോർത്തിൻ്റെയിൽ നോക്കുമ്പോൾ 70 മൈനസ് 55 ഇസ് ഈക്വൽ ടു 15 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഫിഫ്ത്ത് ക്ലാസ്സിന്റെ ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 100 മൈനസ് 90 വരും. ദിസ് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. അതുപോലെ സിക്സ്ത്തിന്റെ നോക്കുവാണെങ്കിൽ 115 മൈനസ് 110 ഇസ് ഈക്വൽ ടു 5 വരും. ആൻഡ് സെവൻത്തിന്റെ ലാസ്റ്റ് വൺ, സെവൻത്തിന്റെ നോക്കുവാണെങ്കിൽ 95 മൈനസ് 85 ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. ഓക്കെ, വേഗം എഴുതി പോയതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രാഫ് നോക്കിയിട്ട് ഒന്ന് ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് ആണ് നോക്കാം നിങ്ങൾ കേട്ടോ. അപ്പൊ നോക്കി സെവൻത്തിന്റെ കൂടി മിസ് ഒന്ന് കാണിച്ചു തരാം. സെവൻത്തിന്റെ കാണിച്ചു തരാടോ. സെവൻത്തിന് നോക്കുകയാണെങ്കിൽ നോക്കി ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 95 ആണ്. ആൻഡ് ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 85 ആണ്. അപ്പൊ ഡിഫറൻസ് എത്രയായിരിക്കും വരിക? 95 മൈനസ് 85 എന്ന് കിട്ടും. അതാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ്സിന്റെയും ഡിഫറൻസ് ആണ്, കുട്ടികളുടെ എണ്ണത്തിന്റെ ഡിഫറൻസ് ആണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഡിഫറൻസ് എഴുതി വെക്കാനാണോ? അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കി. ഏത് ക്ലാസ്സിലാണ് ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ആൻഡ് ഏത് ക്ലാസ്സിലാണ് ഡിഫറൻസ് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്? അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എവിടെയാണ്? ആദ്യം നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഏറ്റവും കൂടുതൽ ഏതാണ്? 20 ആണ്. 20 ആണ് ഏറ്റവും കൂടുതലുള്ള ഡിഫറൻസ്. അപ്പൊ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ഫസ്റ്റ് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നത്. ഇനി ലീസ്റ്റ് ഏറ്റവും കുറവ് വരുന്നത് എവിടെയാണ്? അതേ കുറവ് വരുന്ന കുറച്ച് പേരുണ്ടല്ലേ. ഇതേ 5 ഇവിടെ വരുന്നുണ്ട്, 5 ഇവിടെ വരുന്നുണ്ട്, ദേ 5 ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവര് 3 പേരുമാണ് എന്ത് വരുന്നത്? കുറവ് വരുന്നത്. അപ്പൊ കുറവ് വരുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണ് മക്കളെ? മിസ് ഇവിടെ മാർക്ക് ചെയ്യും. ഏതാണ്? സെക്കൻഡ് ക്ലാസ്, അതുപോലെ തേർഡ് ക്ലാസ്, അതുപോലെ സിക്സ്ത് ക്ലാസ്. ഈ 3 ക്ലാസ്സിലാണ് ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്
ലീസ്റ്റ് ആയിട്ട് കുറവായിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ഒന്നാം ക്ലാസ്സിലാണ് ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ക്ലാസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് തന്നെ നിങ്ങൾ എഴുതാം കേട്ടോ. ക്ലാസിന്റെ പേരാണ് എഴുതേണ്ടത്, അല്ലാതെ ഡിഫറൻസ് എത്രയാണ് എന്നുള്ളതല്ല കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. How many girls are there in all these classes together? Okay, ഈ ക്ലാസ്സുകൾ എല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടോട്ടൽ എത്ര പെൺകുട്ടികളുണ്ട്? ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ നമ്മൾ എല്ലാ ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ ടോട്ടൽ എത്ര പെൺകുട്ടികളുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നാം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എടുക്കുക, 2ാം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എടുക്കുക, അങ്ങനെ 7 ക്ലാസ്സിലെയും ഗേൾസിന്റെ എണ്ണം എടുത്തിട്ട് അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും മക്കളെ? നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് കിട്ടും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാലോ, ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ്. ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ്. അപ്പോൾ മിസ് ആഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി, ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 65 ഉണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ എത്രയുണ്ട്? 65 ഉണ്ട്. തേർഡ് ക്ലാസ്സിൽ എത്രയുണ്ട്? 70 ഉണ്ട്. ഫോർത്ത് ക്ലാസ്സിലാണെങ്കിൽ വീണ്ടും 70 ഉണ്ട്. അങ്ങനെ 7 ക്ലാസ്സിലെയും ഗേൾസിന്റെ എണ്ണം മിസ് കൂട്ടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ വേഗം കൂട്ടിക്കോളൂ. 65 പ്ലസ് 65 പ്ലസ് 70 പ്ലസ് 70 പ്ലസ് 100 പ്ലസ് 115 പ്ലസ് 95. ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി കൂട്ടുവാണ്. കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ എത്ര കിട്ടും മക്കളെ? 580 ഗേൾസ് ആണ് ടോട്ടൽ ഉള്ളത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ നമ്മൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ആകെ എത്ര കുട്ടികളുണ്ട്? എത്ര ആൺകുട്ടികളുണ്ട് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ, എത്ര പെൺകുട്ടികളുണ്ട് എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എത്ര കുട്ടികളുണ്ട് എന്ന് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടലുള്ള പെൺകുട്ടികളുടെ എണ്ണവും ടോട്ടലുള്ള ആൺകുട്ടികളുടെ എണ്ണവും കൂടി കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ ടോട്ടൽ പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 580 എന്നുള്ളത്. ഇനി അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആൺകുട്ടികളുടെ എണ്ണം കൂടി കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടും കൂടി കൂട്ടുക, അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ആൺകുട്ടികളുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണെ. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ ക്ലാസ്സിലെയും ബോയ്സിന്റെ എണ്ണം കൂട്ടുക അല്ലെ. ഇവിടെ 45 ഉണ്ട്, പ്ലസ് ഇവിടെ എത്രയുണ്ട്? 60 ഉണ്ട്, പ്ലസ് എത്ര വരും ഇവിടെ? 75. അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് മിസ് ഇതേ എഴുതാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ച് എല്ലാവരും എഴുതുക. നമുക്ക് എന്ത് കിട്ടും? 45 പ്ലസ് 60 പ്ലസ് 75. നമ്മൾ ചെയ്യുന്ന എന്താടാ? ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ ആൺകുട്ടികളുടെയും എണ്ണത്തിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയോ മക്കളെ? 520 ബോയ്സ് ആണ് ടോട്ടൽ ഉള്ളത് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ ബോയ്സിന്റെ എണ്ണാണോ അതുപോലെ അല്ലെങ്കിൽ ടോട്ടൽ ഗേൾസിന്റെ എണ്ണാണോ നമുക്ക് വേണ്ടത്? അല്ല, ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണാണ്. അപ്പൊ ടോട്ടൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അല്ല, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ആകെ കുട്ടികളുടെ എണ്ണം കേട്ടോ. മലയാളം മീഡിയംകാരെ എഴുതുക, ആകെ കുട്ടികളുടെ എണ്ണം. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ബോയ്സിന്റെ എണ്ണം കൂട്ടുക, അതുപോലെ തന്നെ നമ്മുടെ ഗേൾസിന്റെ എണ്ണം എടുക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ബോയ്സിന്റെ എണ്ണം എന്ന് പറയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയുണ്ട്? 520 ബോയ്സ് ആണ് ടോട്ടൽ ഉള്ളത് നമുക്കറിയാം. അതുപോലെ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 580 ആണ്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 520 പ്ലസ് 580 ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1100 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ ഉള്ളത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2 ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് മക്കളെ വരാവുന്നത്.
ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ ഒരേ ഒരു കാര്യം മാത്രം തരുന്ന ഒരു ഗ്രാഫ്. ദേ നമ്മൾ നേരത്തെ ഫസ്റ്റ് പഠിച്ചില്ലടാ, ദേ ഇങ്ങനെ വരുന്ന ഗ്രാഫുകൾ ഉണ്ടാവും. അതുപോലെ ഇനി നമ്മൾ അടുത്തതിൽ കാണുന്നത് ഒരു ഗ്രാഫിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയും അല്ലെ. ഇവിടെ നോക്കി, ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും ഒരേ ഗ്രാഫിൽ തന്നെ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രാഫുകളും നമുക്ക് വരും കേട്ടോ. രണ്ടും തമ്മിൽ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോക്കുക, ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ചു നോക്കുക, നമ്പേഴ്സ് എഴുതുമ്പോൾ മാറിപ്പോകരുത്. അത് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ 5ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു അത്. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ പിള്ളേരെല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിന്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എല്ലാ വീഡിയോസും കറക്റ്റ് ആയിട്ട് കണ്ടുപോവുക, നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ എഴുതുക. ഓക്കെ.